നമസ്കാരം. ധനം മൂലം ഇതം ജഗത് എന്ന് പറയുന്നു. ഇന്ന് ഭൂമിയിൽ മനുഷ്യന് ജീവിക്കണമെങ്കിൽ വായു, ജലം, അഗ്നി, ഭൂമി, ആകാശം തുടങ്ങിയ പഞ്ചതത്വങ്ങളുടെ കൂടെ തന്നെ ധനത്തിൻ്റെയും വളരെ ആവശ്യകതയുണ്ട്. മനുഷ്യന്റെ ജീവിതം ഇന്ന് ഇതേ ധനത്തിനു ചുറ്റും കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇത് നിങ്ങളുടെ ആരോഗ്യമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ആഹാരമാകാം, നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയാകാം, വിവാഹം, ആഘോഷം, അല്ലെങ്കിൽ ഒരു ശുഭകാര്യം ഏതുമാകാം. ഈ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ, ഒരു കാലുറപ്പിച്ച് മറ്റേത് എടുത്തു വെക്കണമെങ്കിൽ ഏത് ഇന്ധനം നമുക്ക് ആവശ്യമാണോ അതാണ് ധനം. സതുദ്ദേശത്തോടുകൂടി ചെയ്യുന്ന സഹായങ്ങളോട് പോലുമുള്ള മനോഭാവം മാറി വരികയാണ്. ഉപദേശ രൂപേണ നൽകി വരുന്ന സഹായത്തിന് മൂല്യം വലുതാണ്. പക്ഷേ അത് വെറും വാക്കാലുള്ള സഹായം മാത്രം. എന്നാൽ നിങ്ങളുടെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ട ഒരു സഹായമാകുന്നില്ല. ഇത് ഇന്നീ ലോകത്ത് മനുഷ്യജീവിതത്തിൽ ധനത്തിനുള്ള വൈശിഷ്ട്യം കാണിക്കുന്നു. ഇത്രയും മഹത്വമുള്ള ഈ ധനം ആവശ്യത്തിനനുസരിച്ച് എത്ര ആളുകളുടെ അടുത്തുണ്ട്? എത്ര ശതമാനം ആളുകൾക്ക് തങ്ങളുടെ പരിശ്രമത്തിനനുസരിച്ച് സമ്പാദിക്കുന്നുണ്ട്? സത്യം പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പരിഭാഷ നൽകുന്ന പോലെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലോകത്ത് ഓരോ മനുഷ്യനും സാമ്പത്തികമായി ബലവാനാകുവാനും സുഖസമൃദ്ധിയോടുകൂടി ജീവിക്കുവാനും ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിരന്തരമായി പരിശ്രമിക്കുന്നു. ഇത് മാത്രമല്ല, ധനസമ്പാദനത്തിൻ്റെ കാര്യത്തിൽ എത്ര പ്രാവശ്യം പരാജയപ്പെടുന്നുവോ വീണ്ടും വീണ്ടും അതിനായി പരിശ്രമിക്കും. എന്നാൽ ഈ പരിശ്രമം കാറ്റിൻ്റെ ഗതി അനുസരിച്ച് പോകുന്ന തോണിയെപ്പോലെ ആയിരിക്കണം. ഇതെനിക്ക് മുഴുവനായിട്ട് മനസ്സിലായില്ല. ദയവായി ഒന്ന് വിസ്തരിച്ചു പറയൂ. ശരി, കാറ്റ് ഏത് ദിശയിലാണോ ജലത്തിൻ്റെ ഒഴുക്ക് ആ ദിശയിലായിരിക്കും. അതിനെതിരായിട്ടല്ലാതെ ഒഴുക്കിനനുസരിച്ച് തുഴഞ്ഞാൽ കുറച്ച് ശക്തി ഉപയോഗിച്ച് കൂടുതൽ ദൂരം സഞ്ചരിക്കുവാൻ സാധിക്കും. ഇതുപോലെ തന്നെ ധനസമ്പാദനത്തിന് ശക്തിയും സാമർഥ്യം കൂടാതെ ഭഗവാന്റെ അനുഗ്രഹവും വേണം. ധനത്തിൻ്റെ അതിദേവത ധനലക്ഷ്മിയുടെ ദയയ്ക്ക് പാത്രമാവുകയാണെങ്കിൽ എത്ര നമ്മൾ ആഗ്രഹിക്കുന്നോ അതിലുമധികം സമ്പാദിക്കുവാൻ സാധിക്കും. ശരിയാണ്. ഈ വിഷയത്തിൽ നമ്മുടെ മഹർഷിമാർ യുഗങ്ങളോളം അധ്യയനം ചെയ്ത് ധനലക്ഷ്മിയെ പ്രസന്നയാക്കുവാനായി അഥർവവേദം രചിച്ചു. ആ അഥർവവേദത്തിൻ്റെ സാരാംശമെടുത്ത് പിന്നത്തെ തലമുറയിലെ മഹർഷിമാർ ധനലക്ഷ്മി യന്ത്രം നിർമ്മിച്ചു. പ്രപഞ്ചത്തിൽ ധനം സമ്പാദിക്കുവാനുള്ള ദൃഢനിശ്ചയത്തോടെ മുന്നോട്ടു പോകുവാൻ ഈ ധനലക്ഷ്മി യന്ത്രത്തിലൂടെ സാധ്യമാകുമെന്ന് മഹർഷിമാർ തെളിയിച്ചു. മഹാധനലക്ഷ്മി യന്ത്രം നിങ്ങളുടെ വീട്ടിൽ ധനം പ്രാപ്തമാക്കാനുള്ള എല്ലാ മാർഗങ്ങളും തുറക്കുന്നു. അമ്മ ലക്ഷ്മി സ്വയം നിങ്ങളുടെ വീട്ടിലേക്ക് ധനം ആകർഷിക്കുന്നു. നിങ്ങൾക്ക് കൈവരാത്ത ധനവും മുടങ്ങിക്കിടക്കുന്ന ധനവും പ്രാപ്തമാക്കും. ആ സങ്കല്പത്തെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് തൻ്റെ ലക്ഷ്യമാക്കിയിട്ട് ലോകത്തിലെ ഓരോ വ്യക്തിക്കും ധനലാഭം ഉണ്ടാക്കുവാനായി മഹർഷിമാരുടെ തപോഫലത്തെ ധനലക്ഷ്മി യന്ത്രത്തിന്റെ രൂപത്തിൽ നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നു. വളരെ നിയമാനുസൃതമായി നിഷ്ഠയോടെ ബീജാക്ഷരം ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ധനലക്ഷ്മിയുടെ അപാര കൃപ എന്നും ഉണ്ടാവട്ടെ എന്ന്. ഈ ധനലക്ഷ്മി യന്ത്രം ഏത് ലക്ഷ്മിപുത്രനാണോ സ്വന്തമാക്കിയിരിക്കുന്നത് അവർക്ക് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് അവരുടെ സ്വപ്നങ്ങളും പ്രാർത്ഥനകളും സത്യമായി തീർത്ത അമ്മയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. മഹാലക്ഷ്മി സ്വയം സ്വർണത്തിൽ വിരാജിക്കുന്നു. അതിനാൽ നിങ്ങളുടെ സ്വർണം, വെള്ളി, ആടയാഭരണങ്ങൾ എന്നിവയുള്ള ആഗ്രഹം പൂർണ്ണമാകുന്നു. എല്ലാ പ്രകാരത്തിനുമുള്ള സമ്പത്തും കട, വീട്, ഫ്ലാറ്റ് തുടങ്ങിയവയിൽ നിന്നും ലാഭവും സമ്പത്തും ലഭിക്കുന്നു. എൻ്റെ പേര് അനുപമ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ഒരു ആക്സിഡൻറ്റിന് ശേഷം നഷ്ടമായി. ഞങ്ങൾക്ക് 2 കുട്ടികളാണ്. അമ്മായി അച്ഛനും അമ്മായി അമ്മയും ഞങ്ങളുടെ കൂടെയാണ്. കുട്ടികളെ പഠിപ്പിക്കണം. എൻ്റെ ഹസ്ബൻഡിന് അമ്മായി അച്ഛനും അമ്മയ്ക്കും ഇവർക്കെല്ലാം മരുന്ന് വാങ്ങണം. ആലോചിച്ച് എനിക്ക് ഭ്രാന്ത് വരുമായിരുന്നു. അന്നേരം ഞാൻ ഭർത്താവിനോട് പറഞ്ഞു ഞാനൊരു തുണിക്കട തുടങ്ങാമെന്ന്. അദ്ദേഹം എന്നെ അവഹേളിച്ചു. അദ്ദേഹം പറഞ്ഞു നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന്. എന്നോട് വീട്ടിലിരിക്കാൻ പറഞ്ഞു. വാശിക്ക് എൻ്റെ ആഭരണങ്ങളും വണ്ടിയും വിറ്റ് ഞാനൊരു ക്ലോത്ത് സെൻറ്റർ തുടങ്ങി. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അത് അത്ര നല്ലതുപോലെ നടന്നില്ല. നഷ്ടം വന്നു തുടങ്ങി. വീട്ടിലും പുറത്തും ആളുകളുടെ കുത്തുവാക്കുകൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ദിവസം ചെല്ലുന്തോറും സംഗതി വഷളായിക്കൊണ്ടിരുന്നു. ആ സമയം ഞാൻ TV-യിൽ വന്നുകൊണ്ടിരുന്ന ധനലക്ഷ്മി യന്ത്രത്തിൻ്റെ പരസ്യം കണ്ടു. ഒന്നും ആലോചിച്ചില്ല. ഞാൻ ആ യന്ത്രം ഓർഡർ ചെയ്തു. എന്നെനിക്ക് ധനലക്ഷ്മി യന്ത്രം കിട്ടിയോ അത് എൻ്റെ ജീവിതത്തിലെ വളരെ മഹത്വപൂർണ്ണമായ ദിവസമായിരുന്നു. ഒരു പെൻഡന്റ് ഭർത്താവിൻ്റെ കഴുത്തിലും ഒന്ന് സ്വന്തം കഴുത്തിലും ഇട്ടു. നിങ്ങൾക്ക് ആകസ്മികമായി ധനം പ്രാപ്തമാക്കാനുള്ള യോഗമുണ്ടാകും. എന്തെന്നാൽ മഹാലക്ഷ്മി യന്ത്രം നിങ്ങളുടെ ജാതകത്തിലെ മഹാലക്ഷ്മി യോഗത്തിൻ്റെ ശരിയായ ഫലം തരുന്നു. സത്യം പറഞ്ഞാൽ ധനത്തിൻ്റെ കുറവ് മൂലം ജനങ്ങളിൽ നിന്ന് സുഖവും സന്തോഷവും ദൂരെയായിക്കൊണ്ടിരിക്കുകയാണ്.
എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ജീവിതം ധനവുമായി ചേർന്നിരിക്കുന്നു. നിങ്ങളുടെ അടുത്ത് ധനമില്ലെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ, നിങ്ങളുടെ അടുത്ത് ഒന്നുമില്ല എന്ന്. ഇപ്പം ഞാൻ വളരെ നല്ല സ്ഥിതിയിലാണ്. പക്ഷേ 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യാതൊരു പ്രയോജനമില്ലാത്തൊരു സർവീസ് സെൻ്ററിൻ്റെ ഓണറായിരുന്നു. ജോലിക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയില്ലായിരുന്നു. കുട്ടികളെ പഠിപ്പിക്കാൻ സാധിച്ചില്ല, പെൺകുട്ടികളുടെ വിവാഹം നടത്തുവാൻ കഴിഞ്ഞില്ല, ആളുകൾ അപമാനിക്കുകയായിരുന്നു, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സഹിച്ചു. അന്നേരം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു ധനലക്ഷ്മി യന്ത്രം വാങ്ങി തരിക്കുവാൻ. അവൻ എന്നോട് പറഞ്ഞു എത്ര കഷ്ടപ്പെട്ടാലും ധനലക്ഷ്മി യന്ത്രം തീർച്ചയായും വാങ്ങണമെന്ന്. സത്യം പറയട്ടെ, എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ്റെ നിരന്തരമായ സമ്മർദ്ദത്തിന് വഴങ്ങി ധനലക്ഷ്മി യന്ത്രം വാങ്ങി. വളരെ അത്ഭുതമായിരുന്നു എന്ന് പറയാം. ഈ യന്ത്രം എന്ന് ലഭിച്ചുവോ അന്ന് തന്നെ ഒരു സർക്കാർ സ്ഥാപനത്തിൻ്റെ 70 കാറുകളുടെ മെയിൻ്റനൻസിൻ്റെ കോൺട്രാക്റ്റ് എൻ്റെ വർക്ക്ഷോപ്പിന് കിട്ടി. മഹാലക്ഷ്മിയുടെ പ്രതിരൂപമായി അറിയപ്പെടുന്ന ധനലക്ഷ്മി യന്ത്രം ഏത് പെട്ടിയിൽ അയക്കുന്നു? മഹാലക്ഷ്മിയുടെ മഹാധനലക്ഷ്മി യന്ത്രത്തിൽ 5 സാമഗ്രികളുണ്ട്. 24 കാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് മഹാലക്ഷ്മി ലോക്കറ്റ്. അതിൻ്റെ ഒരു വശത്ത് സ്വയം മഹാലക്ഷ്മി വിരാജിക്കുന്നു, മറുവശത്ത് ലക്ഷ്മി പ്രാപ്തി യന്ത്രം. ആരുടെ കഴുത്തിൽ ശ്രീ സിദ്ധലക്ഷ്മി യന്ത്രമുണ്ടോ അവരുടെ അടുത്ത് ധനം വരുന്നു. ഒരു ലക്ഷ്മിയുടെ പൂജിച്ച പ്രതിമ. ഇത് സൗഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരുന്നു. നിങ്ങളിത് വീട്ടിലോ കടയിലോ ഫാക്ടറിയിലോ പൂജാ സ്ഥലത്തോ വയ്ക്കൂ. ഭാഗ്യം ഇത്ര പ്രബലമാകുന്നു. എങ്ങനെയെന്നാൽ ജീവിതത്തിലെ എല്ലാ സുഖവും നിങ്ങൾക്ക് പ്രാപ്തമാകുന്നു. ഒരു മേരു യന്ത്രം. അതിൻ്റെ ആകൃതി ആമയുടേതുപോലെയാണ്. മേരു യന്ത്രം സമ്പത്തിന് രാപ്പകൽ അഭിവൃദ്ധി ഉണ്ടാക്കുന്നു. ഒരു ശ്രീചക്രം. ഇത് എല്ലാ ജോലിസ്ഥലത്തും സ്ഥാപിക്കാവുന്നതാണ്. ഇത് സമ്പത്ത് എങ്ങനെ കൊണ്ടുവരുന്നു എന്തെന്നാൽ കാർമേഘം മഴ കൊണ്ടുവരുന്നത് പോലെ. ലക്ഷ്മി ചരണ പാതുകം. ലക്ഷ്മി ചരണ പാതുകം എവിടെയുണ്ടോ അവിടെ നിധി സ്വയം ഉണ്ടാകുന്നു. തന്നെയുമല്ല, നിങ്ങൾക്ക് അനവധി വഴികളിലൂടെ ധനപ്രാപ്തിയും ഉണ്ടാകുന്നു. മഹാധനലക്ഷ്മി യന്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ദാരിദ്ര്യത്തെ തുടച്ചു നീക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ മനസ്സിൽ ധനസമ്പാദനത്തിലുള്ള ദൃഢനിശ്ചയവും അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള പ്രേരണയും നൽകുന്നു. ധനം സമ്പാദിക്കാനുള്ള ദൃഢസങ്കല്പവുമായി സ്വന്തമായി മുന്നോട്ട് പോകണം. അതിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഒരു പ്രാവശ്യം ഈ ധനലക്ഷ്മി യന്ത്രം നിങ്ങൾ സ്വന്തമാക്കിയാൽ ധനത്തിൻ്റെ കുറവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകില്ല. മഹാധനലക്ഷ്മി യന്ത്രത്തിലുള്ള ഓരോ സാമഗ്രിയും മഹാതപസ്സികളുടെയും വിദ്വാൻമാരുടെയും മന്ത്രജപങ്ങൾ കൊണ്ട് സിദ്ധമാക്കിയിട്ടുള്ളവയാണ്. അത്യന്തം ബഹുമൂല്യമായ മഹാധനലക്ഷ്മി യന്ത്രത്തിൻ്റെ വില 5000 രൂപയിലും കൂടുതലാണ്. അനേകം ആളുകൾക്കും കുടുംബങ്ങൾക്കും ധനമുണ്ടാകട്ടെ എന്ന്. അതുകൊണ്ട് ഒരു ആധ്യാത്മികപരമായ കാര്യമെന്ന നിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു വെറും 2990 രൂപയ്ക്ക്. ഡെലിവറി ചാർജസ് വെറും 200 രൂപ മാത്രം. ഇപ്പോൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ മഹാധനലക്ഷ്മി യന്ത്രത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഒരു മഹാധനലക്ഷ്മി ലോക്കറ്റ് സൗജന്യമായി. നിങ്ങൾക്ക് മഹാലക്ഷ്മി യന്ത്രം കിട്ടുവാനായി SMS TS സ്പേസ് 8 to 533030 അയയ്ക്കുക. നിങ്ങളുടെ മഹാധനലക്ഷ്മി യന്ത്രം നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് മുഖേനയും ഓർഡർ ചെയ്യാവുന്നതാണ്. ക്രെഡിറ്റ് കാർഡിൽ ഓർഡർ ചെയ്യുവാൻ നിങ്ങൾ www.tele1.in ൽ ലോഗോൺ ചെയ്യുക. ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സ് ഇപ്പോൾ ടെലിഫോൺ മുഖാന്തരവും ഓർഡർ ചെയ്യാവുന്നതാണ്. ക്രെഡിറ്റ് കാർഡ് മുഖാന്തരം ഓർഡർ ചെയ്യുന്നത് അധികം സുരക്ഷിതമാണ്. ക്രെഡിറ്റ് കാർഡ് മുഖേന ഓർഡർ ചെയ്യുമ്പോൾ 5% കിഴിവ് ലഭിക്കുന്നതാണ്. ആരുടെ കഴുത്തിൽ ശ്രീ സിദ്ധലക്ഷ്മി യന്ത്രമുണ്ടോ അവരിലേക്ക് സമ്പത്തിൻ്റെ ഒഴുക്ക് തുടങ്ങും. മഹാധനലക്ഷ്മി യന്ത്രം നിങ്ങളുടെ വീട്ടിൽ ധനം പ്രാപ്തമാക്കാനുള്ള എല്ലാ മാർഗങ്ങളും തുറക്കുന്നു. അമ്മ ലക്ഷ്മി സ്വയം നിങ്ങളുടെ വീട്ടിലേക്ക് ധനം ആകർഷിക്കുന്നു. നിങ്ങൾക്ക് കൈവരാത്ത ധനവും മുടങ്ങിക്കിടക്കുന്ന ധനവും പ്രാപ്തമാക്കുന്നു. എൻ്റെ പേര് സുന്ദരമൂർത്തി. ഞങ്ങളുടെ കുടുംബം വളരെ വലുതാണ്. എൻ്റെ അച്ഛൻ ഒരു പ്ലംബറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് അധികം പൈസയൊന്നുമില്ലായിരുന്നു എന്നെ പഠിപ്പിക്കാനായി. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പ്ലംബിംഗ് പണി ചെയ്തു തുടങ്ങി. എൻ്റെ സഹോദരങ്ങളെല്ലാം പക്ഷേ നല്ല രീതിയിൽ സെറ്റിലായി. എൻ്റെ ജീവിതം മാത്രം വഴിമുട്ടി നിന്നു. എനിക്ക് വളരെ ചിന്തയുണ്ടായിരുന്നു എൻ്റെ കുട്ടികളുടെ ഭാവി ഓർത്തും. അപ്പോഴാണ് എനിക്ക് ധനലക്ഷ്മി യന്ത്രത്തെപ്പറ്റി അറിയാൻ കഴിഞ്ഞത്.
എൻ്റെ ഭാര്യ അവളുടെ സ്നേഹിതയിൽ നിന്നും കുറച്ച് രൂപ കടം വാങ്ങി എന്നോട് ചോദിക്കാതെ തന്നെ ധനലക്ഷ്മി യന്ത്രം വാങ്ങി. ഞാൻ ഈ പെൻഡൻ്റ് കഴുത്തിലിട്ടു. എന്നെ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു വിശ്വാസം ഉണർന്നു. 2-3 ദിവസത്തിനുള്ളിൽ എൻ്റെ ബുദ്ധിയിൽ ഒരു ഭയം തെളിഞ്ഞു. ഇങ്ങനെ പ്ലംബിംഗ് ജോലി ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ട് സ്വന്തമായിട്ടൊരു ഷോപ്പ് തുടങ്ങിക്കൂടാ എന്ന്. ഉടനെ തന്നെ ഞാൻ അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അമ്മയുടെ കൃപ കൊണ്ട് എനിക്കൊരു ബാങ്കിൽ ലോണും കിട്ടി. ഈ സാനിറ്ററി ഷോപ്പ് തുടങ്ങി. ഈ ധനലക്ഷ്മി യന്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ദാരിദ്ര്യത്തെ അപ്പാടെ നീക്കം ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങളുടെ മനസ്സിൽ ധനം സമ്പാദിക്കാനുള്ള ദൃഢസങ്കല്പവും അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള പ്രേരണയും കിട്ടും. ധനം സമ്പാദിക്കാനുള്ള ദൃഢനിശ്ചയമായി സ്വയം മുന്നോട്ട് പോകുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഒരു പ്രാവശ്യം ഈ ധനലക്ഷ്മി യന്ത്രം നിങ്ങൾ സ്വന്തമാക്കിയാൽ ധനത്തിൻ്റെ അഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. ഈ സമയം നിരാശയിലോ ദാരിദ്ര്യത്തിലോ ജീവിതം കഴിച്ചുകൂട്ടേണ്ടതല്ല. ഇപ്പോൾ സമയമാണ് ധനവാനും ഭാഗ്യവാനുമാകുവാനുള്ളത്. ഇപ്പോൾ സമയമാണ് മഹാധനലക്ഷ്മി യന്ത്രം ധരിക്കുവാനുള്ളത്. ഉടൻ തന്നെ നിങ്ങൾ മഹാധനലക്ഷ്മി യന്ത്രം വാങ്ങി ധരിക്കൂ. എന്നിട്ട് സ്വന്തം ജീവിതത്തിൽ ധനവും സുഖമായ ഒരു പരിവർത്തനവും ആസ്വദിക്കൂ. ധനലക്ഷ്മി പെൻഡന്റ് ധരിക്കൂ. യന്ത്രം നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിലോ വ്യാപാര സ്ഥലത്തോ പ്രതിഷ്ഠിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതവും അപൂർവപൂർവമായ പരിണാമങ്ങളെ ആഹ്വാനം ചെയ്യൂ. ധനലക്ഷ്മി യന്ത്ര ഷോപ്പിൽ വെച്ച് അമ്മയിൽ വിശ്വാസം അർപ്പിച്ച് ബിസിനസ് ആരംഭിച്ചു. ബിസിനസ് നല്ലപോലെ നടക്കുന്നു. എന്നെ ഈ സ്ഥിതിയിൽ വരെ എത്തിച്ച എൻ്റെ ധനലക്ഷ്മി യന്ത്രത്തിന് മഹാലക്ഷ്മിയുടെ കൃപയ്ക്കും ഇതുപോലെയുള്ള ധനലക്ഷ്മി യന്ത്രം ഈ മഹാധനലക്ഷ്മി യന്ത്രത്തിൽ ഏതെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം മഹാതപസിമാരാലും മഹാന്മാരാലും വിദ്വാൻമാരാലും തയ്യാറാക്കി പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടുള്ളതാണ്. ഈ ധനലക്ഷ്മി യന്ത്രം മൂലം ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും സന്തുഷ്ടരാണ്. ഇനി നിങ്ങൾക്ക് ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ട കാര്യമില്ല. നിരാശയിലും അസംതൃപ്തിയിലും കഴിയേണ്ട ആവശ്യമില്ല. ധനലക്ഷ്മിയുടെ ദയാദൃഷ്ടി നിങ്ങളിലും നിങ്ങളുടെ കുടുംബാംഗങ്ങളിലും പ്രസരിക്കട്ടെ. മഹാധനലക്ഷ്മി യന്ത്രം വാങ്ങൂ. നിങ്ങളുടെ ദുഃഖങ്ങളോടും ക്ലേശങ്ങളോടും വിട പറയൂ. സുഖസന്തുഷ്ടിയുടെ കൂടെ ധനത്തിൻ്റെ പ്രഭാവത്തിൽ സന്തോഷമോടെ ജീവിതം നയിക്കൂ. സർവേ ജന സുഖിനോ ഭവന്തു. മഹാലക്ഷ്മിയുടെ മഹാധനലക്ഷ്മി യന്ത്രത്തിൽ 5 സാമഗ്രികളുണ്ട്. 24 കാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് മഹാലക്ഷ്മി ലോക്കറ്റ്. അതിൻ്റെ ഒരു വശത്ത് സ്വയം മഹാലക്ഷ്മി വിരാജിക്കുന്നു. മറുവശത്ത് ലക്ഷ്മി പ്രാപ്തി യന്ത്രം. ആരുടെ കഴുത്തിൽ ശ്രീ സിദ്ധലക്ഷ്മി യന്ത്രമുണ്ടോ അവരുടെ അടുത്ത് ധനം വരുന്നു. ഒരു ലക്ഷ്മിയുടെ പൂജിച്ച പ്രതിമ. ഇത് സൗഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരുന്നു. നിങ്ങളിത് വീട്ടിലോ കടയിലോ ഫാക്ടറിയിലോ പൂജാ സ്ഥലത്തോ വയ്ക്കൂ. ഭാഗ്യം ഇത്ര പ്രബലമാകുന്നു. എങ്ങനെയെന്നാൽ ജീവിതത്തിലെ എല്ലാ സുഖവും നിങ്ങൾക്ക് പ്രാപ്തമാകുന്നു. ഒരു മേരു യന്ത്രം. അതിൻ്റെ ആകൃതി ആമയുടേതുപോലെയാണ്. മേരു യന്ത്രം സമ്പത്തിന് രാപകൽ അഭിവൃദ്ധി ഉണ്ടാക്കുന്നു. ഒരു ശ്രീചക്രം. ഇത് എല്ലാ ജോലിസ്ഥലത്തും സ്ഥാപിക്കാവുന്നതാണ്. ഇത് സമ്പത്ത് എങ്ങനെ കൊണ്ടുവരുന്നു എന്തെന്നാൽ കാർമേഘം മഴ കൊണ്ടുവരുന്നത് പോലെ. ലക്ഷ്മി ചരണ പാതുകം. ലക്ഷ്മി ചരണ പാതുകം എവിടെയുണ്ടോ അവിടെ നിധി സ്വയം ഉണ്ടാകുന്നു. തന്നെയുമല്ല നിങ്ങൾക്ക് അനവധി വഴികളിലൂടെ ധനപ്രാപ്തിയും ഉണ്ടാകുന്നു. മഹാധനലക്ഷ്മി യന്ത്രത്തിലുള്ള ഓരോ സാമഗ്രിയും മഹാതപസ്സികളുടെയും വിദ്വാൻമാരുടെയും മന്ത്രജപങ്ങൾ കൊണ്ട് സിദ്ധമാക്കിയിട്ടുള്ളവയാണ്. അത്യന്തം ബഹുമൂല്യമായ മഹാധനലക്ഷ്മി യന്ത്രത്തിൻ്റെ വില 5000 രൂപയിലും കൂടുതലാണ്. അനേകം ആളുകൾക്കും കുടുംബങ്ങൾക്കും ധനമുണ്ടാകട്ടെ എന്ന്. അതുകൊണ്ട് ഒരു ആധ്യാത്മികപരമായ കാര്യമെന്ന നിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു വെറും 2990 രൂപയ്ക്ക്. ഡെലിവറി ചാർജസ് വെറും 200 രൂപ മാത്രം. ഇപ്പോൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ മഹാധനലക്ഷ്മി യന്ത്രത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഒരു മഹാധനലക്ഷ്മി ലോക്കറ്റ് സൗജന്യമായി. നിങ്ങൾക്ക് മഹാലക്ഷ്മി യന്ത്രം കിട്ടുവാനായി SMS ചെയ്യാവുന്നതാണ്. SMS TS സ്പേസ് 8 to 533030 നിങ്ങളുടെ മഹാധനലക്ഷ്മി യന്ത്രം നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് മുഖേനയും ഓർഡർ ചെയ്യാവുന്നതാണ്. ക്രെഡിറ്റ് കാർഡിൽ ഓർഡർ ചെയ്യുവാൻ നിങ്ങൾ www.tele1.in ലോഗോൺ ചെയ്യുക. ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സ് ഇപ്പോൾ ടെലിഫോൺ മുഖാന്തരവും ഓർഡർ ചെയ്യാവുന്നതാണ്. പ്രോഡക്റ്റ് തിരിച്ചറിയുവാനായി ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രോഡക്റ്റ് ബോക്സിലെ ഞങ്ങളുടെ ഹാലോഗ്രാം തീർച്ചയായും നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന പാക്കറ്റിൽ ടെലി1 എന്ന് തീർച്ചയായും എഴുതിയിട്ടുണ്ടാവും. അഥവാ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ശരിയല്ല എന്ന് തോന്നിയാൽ ഉടൻ ഞങ്ങളെ ഇൻഫോം ചെയ്യുക.